ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടൂലിപ്സാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞതാണ്, ഈ ട്രെൻഡ് കഴിഞ്ഞതാണെന്നൊക്കെ എനിക്കറിയാം. എന്നാലും എനിക്കൊരാഗ്രഹം ഇതുണ്ടാക്കിയൊരു വീഡിയോ ഇടണമെന്ന്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി പറയണില്ല, നോക്കി ചെയ്താൽ കിട്ടും. പറഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയാലോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അർച്ചന, 21 വയസ്സുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഒരാഗ്രഹം, എനിക്കൊരു ചാനൽ തുടങ്ങിയാലോ എന്ന്. അപ്പോൾ ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ എന്ത് കണ്ടന്റ് ഇടും എന്നാലോചിച്ചപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പം എന്താ പറയുക, അപ്പോൾ ഏത് ടൈപ്പ് വീഡിയോസ് ഇടുമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എങ്ങാനും ഇട്ടാൽ വീട്ടുകാരന് തല്ലിക്കൊല്ലും. അപ്പോൾ സുരക്ഷയെ മാനിച്ച് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് തീരുമാനിച്ചത്. പിന്നെ അങ്ങനെ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വീഡിയോ ഇട്ടാലോ എന്ന്. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇങ്ങനെ വോയിസ് കൊടുക്കുന്നതും. അല്ലാതെ വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ച് എനിക്ക് യാതൊരുവിധ അറിവില്ല. ഒരു വീഡിയോ റെഫറൻസ് ആയിട്ട് കണ്ടിട്ട് മാത്രമാണ് ഞാൻ ഈ പരിപാടി തുടങ്ങിയത്. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ശരിക്കും. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് എന്നെ കൊണ്ടൊന്നും ഇത് പറ്റില്ല. കാരണം ഞാൻ ഇതുവരെ ഒരു എന്താ പറയുക ടിക്ടോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു റീൽസ് ഇടുക അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ആദ്യത്തെ പരിപാടിയാണ്. അപ്പോൾ ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തപ്പോൾ എനിക്കിഷ്ടമായി. ചിലപ്പോൾ ഇനി ഞാൻ ഇതിനകത്ത് സക്സസ് ആയാലോ എന്ന് വിചാരിച്ചാണ് എടുത്തത്. പിന്നെ ഞാനിത് വീട്ടിൽ പറഞ്ഞപ്പോൾ അമ്മ മാത്രമേ എന്നെ സപ്പോർട്ട് ചെയ്തുള്ളൂ. നിനക്കിഷ്ടമാണെങ്കിൽ ചെയ്ത് നോക്ക് എന്നാണ് അമ്മ പറഞ്ഞത്. പിന്നെ അച്ഛനും ചേട്ടാണല്ലോ എന്നെ കളിയാക്കുകയാണ് ചെയ്തത്. ടൂലിപ്സ് തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് കുറച്ച് ദിവസമായി. എൻ്റെ യൂട്യൂബ് ഷോർട്സിലൊക്കെ ഈ ടൂലിപ്സിൻ്റെ തന്നെയാണ്. അപ്പോൾ ഞാനൊന്ന് കണ്ടു നോക്കി, അപ്പോൾ എനിക്കിഷ്ടമായി. അപ്പോൾ ഞാൻ വെറുതെ ന്യൂസ് പേപ്പറിലൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ എനിക്കും ഇങ്ങനെ ചെയ്തൊരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ചെയ്തേക്കണത് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ്. അപ്പോൾ കട്ടിയുള്ള പേപ്പർ ചെയ്തപ്പോൾ എനിക്കിഷ്ടമായി. ഞാനതിൽ ഒട്ടിക്കാൻ എടുത്തേക്കുന്നത് മറ്റേ നമ്മൾ ജ്വല്ലറി ചെയ്യില്ലേ, ജ്വല്ലറിയൊക്കെ ചെയ്യുമ്പോൾ എടുക്കണ ഗ്ലൂ ആണ്. അത് നന്നായിട്ട് ഒട്ടും. അപ്പോൾ അത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. പിന്നെ ഫെവിക്കോൾ എടുത്തിട്ട് കളറ് മാറണം പേപ്പറിൽ. അപ്പോൾ ഞാൻ ഇതാണ് എടുത്തത്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ അതിനകത്ത് ഞാൻ അപ്പോൾ എന്നൊരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് വോയിസൊക്കെ കൊടുക്കണ എളുപ്പമായിരിക്കുമെന്ന്. പക്ഷേ കുറച്ച് പാടുണ്ട്. ചിലപ്പോൾ ഞാൻ തുടക്കമായതുകൊണ്ടായിരിക്കും, ശരിയാവുമായിരിക്കും അല്ലേ. നേരത്തെ പഠിക്കാനൊക്കെ പോകുമ്പോൾ നോട്ട്ബുക്കൊക്കെ വായിക്കുമ്പോൾ ബുക്കിൻ്റെ കവർ പേജിലൊക്കെ ഈ ടൂലിപ്സ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അതൊന്നും അറിഞ്ഞൂടല്ലോ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ. പക്ഷേ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഒരു വട്ടം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി, ശരിയാവും. അപ്പോൾ എനിക്കിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. എല്ലാം കൂടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഞെക്കിക്കൂട്ടാനൊക്കെ തോന്നി. ഭയങ്കര ഇഷ്ടമായി. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. അല്ലെങ്കിലും എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സാധനമൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ഞെക്കിക്കൂട്ടാനൊക്കെ തോന്നാറുണ്ട്, ചെയ്യാറുമുണ്ട്. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസമൊക്കെ ഭയങ്കര അന്നപൂർണ്ണമായിട്ട് കൊണ്ടു നടക്കും. പക്ഷേ ഇത് ഞാൻ കളയില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ സ്റ്റെം ഉണ്ടാക്കണ കാണിച്ചിട്ടില്ല. സ്റ്റെം ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഈ പേപ്പർ എടുക്കുക, ഒന്ന് ചുരുട്ടി പോയാൽ മതി, സ്റ്റെം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ലീഫും ഞാൻ കാണിച്ചിട്ടില്ല. ലീഫും ഒന്ന് മടക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ലീഫാവും. പിന്നെ ഈ പേപ്പർ മടക്കാൻ ഇച്ചിരി പാടുണ്ട്. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. മറ്റേ കട്ടി കുറഞ്ഞ പേപ്പറാണെങ്കിൽ അടിയിൽ ഒക്കെ എനിക്കൊന്നും ശരിയായില്ല. ചിലപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയതിൻ്റെ കുഴപ്പമായിരിക്കും. ഉണ്ടാക്കി കഴിഞ്ഞ് 1-2 പിടിച്ചൊക്കെ നോക്കി കഴിയുമ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ഷേപ്പ് ചെറുതായിട്ട് മാറും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ ഇതിനകത്ത് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കിഷ്ടമായി. ഇതിനകത്തൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒന്ന് നമ്മൾ തൊട്ടാൽ ഞെക്കി നോക്കിയാലൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് ഇരുന്നോളും. അപ്പോൾ എന്താ പറയുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. പിന്നെ പൂ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ, യെല്ലോ ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ കുറേ നേരം അത് നോക്കിയിരുന്നു. പിന്നെയാണെന്ന് വെച്ചാൽ മറ്റേ ഉണ്ടാക്കിയതും കൂടി എടുത്ത് വെച്ച് വീഡിയോ എടുത്തത്. അപ്പോൾ എനിക്ക് ഇങ്ങനെയും കൂടി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ കുറേ നേരം നോക്കിയിരുന്നു അതിനകത്ത്. എല്ലാം കൂടി കയ്യിൽ വെച്ചിട്ട് എനിക്ക് മതിയാവുണ്ടായില്ല. ഞാൻ കുറേ നേരം കയ്യിൽ വെച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇച്ചിരിയല്ലേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. കുറേ ഒന്നും ഇത് വെച്ചിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ.
അപ്പോൾ കുറേ നേരം കൈ പിടിച്ച് ഞെക്കിയൊക്കെ നോക്കി. പിന്നെ അമ്മേനെ കാണിച്ചു, അച്ഛനെ കാണിച്ചു, ചേട്ടനെയും കാണിച്ചു. അവർക്കൊക്കെ ഇഷ്ടമായി. അപ്പോൾ ശരി, ചാച്ചാ, അപ്പോൾ നാളെ കാണാം, ബൈ.